Hello friends, welcome to the 𝙁𝙤 𝙁𝙤 എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെന്തൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും തമ്മിൽ കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും. ഇപ്പോൾ RBIയുടെ സ്ഥലത്ത് നിന്ന് പുതിയൊരു റൂള് നമ്മുടെ ബൈനോ പേ ലെറ്റർ അവർക്ക് വന്നിട്ടുണ്ട്. അതായത് PPIക്കാർക്ക് വന്നിട്ടുണ്ട്. അതായത് ഇത് പ്രീപെയ്ഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആക്ച്വലി എതിരായിട്ടാണ് ഒരു പുതിയ റൂൾ ഇറക്കിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ PPI എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് ആക്ച്വലി നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് ഇപ്പോൾ വാലറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ അതാണ് സംഭവം. നമ്മുടെ വാലറ്റിൽ നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വാലറ്റ് ഉപയോഗിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Paytm വാലറ്റ്, Amazon Pay വാലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ആഡ് ചെയ്യുക? നമ്മൾ നോർമൽ ക്യാഷ് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഒന്നെങ്കിൽ ഡെബിറ്റ് കാർഡിൽ നിന്ന്, അല്ലെങ്കിൽ നോർമൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാറ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ വാലറ്റിൻ്റെ സംഭവങ്ങൾ എന്ന് വെച്ചാൽ നമുക്കിത് ഗവൺമെൻറ് സൈഡിലേക്ക് നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററിയൊന്നും ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ RBIനോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഈ വാലറ്റിന് ഇപ്പോൾ ഇങ്ങനെ റൂൾ വന്നേക്കുന്നത്. ഈ ഇഷ്യൂ കൊണ്ടാണ് ഇപ്പോൾ RBI പുതിയ റൂൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ RBI നമ്മുടെ പേ ലെറ്റർ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലേസി പേ, പോസ്റ്റ് പേ, അതായത് പിന്നെ സ്ലൈസ്, യൂണിക്കാർഡ്, അതേപോലെ കുറേ സംഭവങ്ങളുണ്ട് ഇതുപോലെ. അപ്പോൾ അവർ ഇപ്പോൾ എന്താ ചെയ്യുന്നത് ആക്ച്വലി ഇവർ ആക്ച്വലി ഒരു ബൈനോ പേ ലെറ്റർ സംഭവമാണല്ലോ. അപ്പോൾ നമുക്കറിയാമായിരിക്കും ഇവർ മുമ്പ് കുറേ കാലമായിട്ട് നമ്മൾ മുമ്പേ അവരുണ്ട്. അപ്പോൾ ഇവർ എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു ക്രെഡിറ്റ് ലൈൻ തന്നിട്ട് ഇതെല്ലാം ക്രെഡിറ്റ് ലൈനിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കാർഡ് നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ തരുന്നത്. സ്ലൈസ് ക്രെഡിറ്റ് കാർഡ്, യൂണി ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ വന്നിട്ടാണ് നമ്മളൊരു മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി എല്ലാവരും ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നോർമലി എല്ലാവരും EMIന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവരും ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഇതിന് അട്രാക്റ്റ് ആയിട്ട് ശരിക്കും ഇത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഈ സംഭവം ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ബൈനോ പേ ലെറ്റർ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇവർ പറയുന്ന ക്രെഡിറ്റ് കാർഡ് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് അല്ല, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബൈനോ പേ ലെറ്റർ കാർഡാണിത്. അപ്പോൾ ഈ സംഭവം ഇഷ്ടംപോലെ ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ ഈ സംഭവം ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കമ്പനികളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആക്ച്വലി ഇതൊരു ശരിക്കും ഒരു അടിയാണ്. പോരാത്തതിന് മെയിൻ അടി വരുന്നത് ഇങ്ങനത്തെ ഫിൻടെക് കമ്പനികൾക്കാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. Instagram, Facebook നമുക്ക് നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ Instagram, Facebook ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണം. നിങ്ങൾക്ക് കോൺടാക്റ്റും ചെയ്യാൻ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റ് ആയിട്ട് ഇട്ടാലും മതി. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ പേജ് Amazon തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ URL കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ ഒരു പേജ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് Amazon പർച്ചേസിങ് കുറച്ച് എളുപ്പമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഗിയോഡീസ് കാണാത്തവരും പങ്കെടുക്കുക. നമ്മുടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ അത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ സബ്ജക്റ്റിലേക്ക് പോകാം. എല്ലാത്തിനും വേണ്ടിയിട്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. എല്ലാത്തിനും ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്താൽ മതിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, പോസ്റ്റ് പേ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ലേസി പേ കാർഡ് ഓൾറെഡി ക്ലോസ് ചെയ്തു. എന്ന് വെച്ചാൽ അതിന് ഞാൻ ക്ലോസ് ചെയ്യാൻ കാരണം അവരുടെ ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്നത് 15 ദിവസമായിരുന്നു. അപ്പോൾ ബാക്കി കുറേ സംഭവങ്ങളുണ്ടല്ലോ, പോസ്റ്റ് പേ സംഭവങ്ങളൊക്കെ ഇപ്പോൾ 30-35 ഡേയ്സ് കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ലേസി പേ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 3 കൊല്ലമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ക്ലോസ് ചെയ്തു വേറെ കാർഡ് എടുത്തപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പോസ്റ്റ് പേ കാർഡ്, സ്ലൈസ് കാർഡ്. ഇപ്പോൾ സ്ലൈസും പോസ്റ്റ് പേ ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ യൂണിക്കാർഡ് ഞാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവിച്ചവർക്ക് അടിയെന്ന് വെച്ചാൽ ഇപ്പോൾ RBI റൂൾ പ്രകാരം ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ക്രെഡിറ്റ് ലൈൻ കൊടുക്കാൻ പാടില്ലെന്നാണ് ഇപ്പോൾ RBI റൂൾ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഈ ഫിൻടെക് കമ്പനികൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും SBM ബാങ്ക് കാർഡ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഫുൾ SBM ബാങ്കിൻ്റെ കാർഡായിരിക്കും. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ പിന്നെ കുറേ പേർക്ക് അറിയുന്നതാണ് നമ്മുടെ സിവിൽ റിപ്പോർട്ടിൽ നമ്മൾ ഈ ബൈനോ പേ ലെറ്റർ കാർഡ് എടുത്തു കഴിഞ്ഞാൽ പേഴ്സണലായിട്ടാണ് വരിക. അതിൻ്റെ കാരണങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ബാനിൻ്റെ കാരണം വന്നേക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ ഫിൻടെക് കമ്പനി ഇപ്പോൾ എക്സാമ്പിൾ സ്ലൈസ് പറയാമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എനിക്ക് സൈസ് ഇല്ല കേട്ടോ, ഓൾറെഡി ഞാൻ സ്ലൈസ് എടുത്തിട്ടില്ല. അപ്പോൾ സ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യില്ലോ, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവരെന്താ ചെയ്യുക, ഇവരുടെ ഒരു പാർട്ണർ ബാങ്ക് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു NBFC ബ്രാൻഡ് ഉണ്ടായിരിക്കും. ഇവരെന്താ ചെയ്യുക, ഇവരത് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സാങ്ഷനായിട്ട് എമൗണ്ട് ആയിരിക്കും 50,000 വിചാരിക്കുക. അപ്പോൾ 50,000 ബാങ്കിൽ നിന്ന് ഇവർ കടമെടുക്കും നമ്മുടെ പേരിൽ. എന്നിട്ട് ഇവർക്കൊരു വാലറ്റ് സംഭവം ഉണ്ടായിരിക്കും. ഇപ്പോൾ അങ്ങനെയാണ് ഇതാണ് സംഭവം. നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ അതല്ല, അതാണ് ക്രെഡിറ്റ് ലൈനും ക്രെഡിറ്റ് കാർഡും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇവർക്കൊരു വാലറ്റ് പോലത്തെ സംഭവം ഇവരുടെ ഇതിലുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്കാണ് ഈ ക്യാഷ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ നോർമൽ പേടിഎം വാലറ്റ് പോലത്തെ സംഭവമായി. അപ്പോൾ ഇത് ഇവർ ആക്ച്വലി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ ബാങ്കുകൾക്ക് നമ്മുടെ ഈ വാലറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന ട്രാൻസാക്ഷൻ കാണാൻ പറ്റില്ല, അതിന് ക്ലാരിറ്റി ഇല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ആക്ച്വലി ബാൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ക്രെഡിറ്റ് കാർഡിന് ഇപ്പോൾ വേറെ സംഭവം ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ബാൻ വന്നേക്കുന്നത് ഇതിനാണ്. ഇപ്പോൾ ഈ RBI പറഞ്ഞിരിക്കുന്നത് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഇത് ബാൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോടിക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫിൻടെക് കമ്പനീസും അതുപോലെ തന്നെ വേറെ ഇതിൻ്റെ എന്താ പറയുക NBFC കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ RBIനും ഗവൺമെൻറ്റും ഒരു ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയുക ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 6 months മിനിമം 6 months to 1 year വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെന്താ വെച്ചാൽ ഫിൻടെക് കമ്പനീസ് മെയിൻലി ജീവിക്കുന്നത് ഈ പരിപാടി വെച്ചിട്ടാണ്. അപ്പോൾ ഈ സംഭവം നടന്നില്ലെങ്കിൽ ഫിൻടെക് കമ്പനീസൊക്കെ പൊട്ടിപ്പോകും, അതായത് സ്ലൈസും സംഭവങ്ങളൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക ഒരു ലോസ് ഓഫ് ജോബും വരും, അതുപോലെ തന്നെ നമ്മുടെ എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ ഒരു 6 months to 1 year ഇപ്പോൾ ടൈം ചോദിച്ചിട്ടുണ്ട് ഇവരുടെ മോഡൽ ഫുൾ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് എന്തായാലും ഗവൺമെൻറ് സൈഡ് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് ഓൾറെഡി RBIൻ്റെ സൈഡിൽ തന്നെയാണ്, ഫുള്ളി സപ്പോർട്ടാണെന്ന് വെച്ചാൽ മണി ക്ലാരിറ്റി വന്നിട്ടില്ല. ഇവർക്ക് ശരിക്കും ആക്ച്വലി ഇവർക്ക് വാലറ്റ് നടത്താനുള്ളൊരു അനുമതി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വാലറ്റിൽ ക്രെഡിറ്റ് ലൈൻ കൊണ്ടുവന്നിട്ട് അനുമതി നടത്താൻ അത് കാർഡായിട്ട് വിൽക്കാനൊന്നും ഇവർക്ക് ആക്ച്വലി RBI കൊടുത്തിട്ടില്ല. അതാണ് ഇപ്പോൾ മെയിൻ സംഭവമായിരിക്കുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഇരിക്കും ഇഷ്ടംപോലെ എല്ലാവരും ക്രെഡിറ്റ് ലൈൻ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ജൂപ്പിറ്ററും ഏർലി സാലറി എന്ന് പറഞ്ഞ ആപ്പുകളൊക്കെ ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ലൈൻ കാർഡുകൾ ഇറക്കാൻ ഓൾറെഡി വെച്ചിരിക്കുന്നു. ജൂപ്പിറ്റർ എഡ്ജ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ബാൻ ആയിട്ടുണ്ട്. ഇപ്പോൾ പേടിഎം വാലറ്റും പേടിഎം പോസ്റ്റ്പെയ്ഡ് ആമസോൺ പേ ലെറ്റർ ഇതൊക്കെ ഈ സംഭവത്തിൽ പെടുട്ടാ. അപ്പോൾ ഇതൊക്കെ ബാൻ വരും ഇനി. അപ്പോൾ ഇനിയിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റാണ് ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇവർ അതിനെ അപ്പീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്താ സംഭവം എന്നൊക്കെ റീസെൻ്റ്ലി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അറിയാം. അപ്പോൾ എന്തായാലും നമ്മളത് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ന്യൂസ് മിസ്സാവും. അപ്പോൾ എനിക്കറിയാം കുറേ പേര് ഇപ്പോൾ നമ്മുടെ ബൈ നൗ പേ ലേറ്റർ കാർഡ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ കറണ്ട് സ്റ്റേജിൽ നമുക്കിപ്പോൾ ഉപയോഗിച്ചിട്ട് പോകാം. പക്ഷേ ഗവൺമെൻറ് സൈഡിൽ വന്നിരിക്കുന്നത് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആണ്. പക്ഷേ ഇത്ര അധികം കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഇത് ക്യാൻസൽ ആവുമെന്ന്. പക്ഷേ പറയാൻ പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഒരു റീസൺ വെച്ചിട്ടാണ് ഇപ്പോൾ RBIയും ഗവൺമെൻറ്റും ഇതൊരു ബാൻഡ് വന്നിരിക്കുന്നത്. അപ്പോൾ പറയാൻ പറ്റില്ല ഇനി ഇവർ എന്താ ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഫുള്ളി ക്ലോസ് ആയി പോവുകയും ചെയ്യാം. പക്ഷെ എൻ്റെ ഒരു ഇതിൽ ഒരു 70% പോവില്ല എന്നാണ്. എന്താ വെച്ചാൽ ഒരു ടൈം പീരീഡ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അധികം എമൗണ്ട് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി നമ്മുടെ പേ ലേറ്റർ കാർഡിൽ അധികം എമൗണ്ട് ഉപയോഗിക്കാറില്ല. എനിക്ക് ഒന്നാമത് അങ്ങനെ ക്രെഡിറ്റ് ലൈൻ ഞാൻ എടുത്തിട്ടുമില്ല, അധികം കാർഡ് എടുത്തിട്ടില്ല. നമ്മുടെ എന്താ പറയുക ലേസി പേയും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലോസ് ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു. പേടിഎം പോസ്റ്റ്പെയ്ഡൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാവുന്നേ കുഴപ്പമില്ല. അതുപോലെ തന്നെ ആമസോൺ പേ ലെറ്റർ, ഫ്ലിപ്കാർട്ട് പേ ലെറ്റർ ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ ക്ലോസ് ആവട്ടെ. ഇത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലോസ് ആവും. ഇതൊക്കെ PPIയിൽ പെടുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ ഈ സംഭവം നമ്മുടെ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ട് പേ ലെറ്ററിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ IDFC ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് അവരുടെ വാലറ്റ് ഇട്ട് നമുക്ക് തരുന്നത്. എന്ന് വെച്ചാൽ പിന്നെ ഒരു ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത് വേണമെങ്കിൽ നമ്മൾ ഇതൊരു 1 time റിവോൾവിങ് ക്രെഡിറ്റ് ലൈൻ ആക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ അപ്പോൾ അത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയാൻ തീരെ പറ്റില്ല. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് 50,000 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മാസം തിരിച്ചടച്ച് കഴിഞ്ഞാൽ പിന്നെ 50,000 തന്നെ ആവില്ലേ. 1 time എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം 50 പറ്റുള്ളൂ. അതായത് നമ്മളിപ്പോൾ 30 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തിരിച്ചടയ്ക്കാൻ അങ്ങനെ പരിപാടി ഇല്ല, പിന്നെ ബാക്കി 20 ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ വേറെ കൺസ്യൂമേഴ്സൊക്കെ പറഞ്ഞേക്കുന്നത്, കൺസ്യൂമേഴ്സ് അല്ല വേറെ ഹൈടെക് കമ്പനീസുകളൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഏത് സ്ഥിതിയിലേക്കാണ് മാറുമെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് RBI സൈഡിൽ നിന്ന് പുതിയ ന്യൂസ് വരണം ഇവർ അപ്പീലിങ്ങിൻ്റെ എതിരായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അത് അറിയിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതിൽ 1 കാർഡ് പെടില്ല കേട്ടോ. എന്ന് വെച്ചാൽ 1 കാർഡ് ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ വിത്ത് ബാങ്ക് സപ്പോർട്ടായിട്ടുള്ള ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡാണ് കൊടുക്കുന്നത്. അപ്പോൾ 1 കാർഡിന് ഇഷ്യൂ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്രെഡിറ്റ് ലൈനുകൾക്കാണ് ഇഷ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 കാർഡിനെ 1 കാർഡ് എടുത്തവർ പ്രശ്നം നോക്കിയിരിക്കേണ്ട, 1 കാർഡിന് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ 2ാം ചാനൽ കാണാത്തവർ പോയി കാണാൻ. നമ്മുടെ ട്രെയിലർ റിവ്യൂസും അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ ഷോർട്സും ഫുഡിൻ്റെ ഷോർട്ടും കാര്യങ്ങളൊക്കെ എന്നാണ് ഇടുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമ്മുടെ ചാനൽ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാമല്ലോ. അതുവരെ